ഭയത്തെ എല്ലാ മനുഷ്യരും ഒരു വിധത്തിലല്ല എങ്കിൽ മറ്റൊരു വിധത്തിൽ നേരിടാറുണ്ട്. ഒരു കൂട്ടർ ഭയത്താൽ ഭരിക്കപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർ ഭയത്താൽ ഭരിക്കപ്പെടാൻ വിസമ്മതിക്കുന്നു എന്നതാണ് വ്യത്യാസം. ഭയം നിയന്ത്രണാതീതമാകുമ്പോഴാണ് അവ നിമിത്തം മനുഷ്യർ തളർന്നു പോകുന്നതും അതിൻ്റെ ഭവിഷ്യത്തുകളെ നേരിടേണ്ടതായും വരുന്നത്. തിരുവചനം പറയുന്നത് യോഹന്നാന്റെ 1 ലേഖനം 4 അധ്യായം 18 വാക്യം, ഫിയർ ഹാസ് ടോർമെന്റ്, ഭയത്തിന് ദണ്ഡനമുണ്ട്. ഒരു വ്യക്തിയെ ഭയം വേട്ടയാടുമ്പോൾ, ആ ഭയത്തെ കീഴടക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ഭയം നിമിത്തമുണ്ടാകുന്ന ദണ്ഡനത്തിന് ആ വ്യക്തി അടിമപ്പെട്ടു പോകുന്നു. ഒരു റിസർച്ചറായ എലിസബത്ത് ഫെൽപ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, A lot of our fears and anxieties are learned through communication. If someone tells you to be afraid of a dog, then the brain responds as if you actually were. നമ്മുടെ പല ഭയങ്ങളും ഉത്കണ്ഠകളും ആശയവിനിമയത്തിലൂടെയാണ് പഠിക്കുന്നത്. ഒരു നായയെ പേടിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഉണ്ടായതുപോലെ നിങ്ങളുടെ തലച്ചോറ് പ്രതികരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, യാഥാർത്ഥ്യവും സാങ്കല്പികവുമായ ഭീഷണികൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ തലച്ചോറിന് അറിയില്ല. ഒരു കണക്കനുസരിച്ച് അമേരിക്കയിൽ മാത്രം ഏകദേശം 40 ദശലക്ഷം ആൾക്കാർ ഉത്കണ്ഠാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു. കേരളത്തിലെ കണക്കാകട്ടെ ഓരോ ദിവസവും ഏതാണ്ട് 500-ലധികം ആൾക്കാർ ആൻസൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠാരോഗങ്ങൾക്ക് അടിമകളാകുന്നു. ഭയം നിമിത്തം ഇങ്ങനെ ഉണ്ടാകുന്ന ഉത്കണ്ഠയെപ്പറ്റി പലരും മറ്റു പലരോട് പറയാറില്ല എന്നതാണ് സത്യം. അത് നിമിത്തം പലരും ഭയത്തിൻ്റെ ദണ്ഡനത്തിന് അടിമകളാകുന്നു. ഒരു സൈക്കോളജിസ്റ്റായ മെർലിൻ ബെറിക് പറഞ്ഞതത്രേ, ഫോർ ദി മോസ്റ്റ് പാർട്ട് ഫിയർ ഈസ് നത്തിങ് but an illusion. When you share it with someone, it tends to disappear. മിക്ക ഭയങ്ങളും മിഥ്യയല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളത് ആരോടെങ്കിലും പങ്കിടുമ്പോൾ അത് അപ്രത്യക്ഷമാകും. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ അലട്ടുന്ന ഏത് ഭയമായിരുന്നാലും അത് ദൈവത്തോട് പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന ചിലരോടും പങ്കുവയ്ക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.